നമുക്ക് പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാമിന്റെ ഐക്കൺ നോക്കൂ, SB ഇലക്ട്രോണിക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ നെയിം തന്നെ ചുരുക്കി കൊടുത്തിരിക്കും. ഒന്ന് അമർത്തി നോക്കാം. ഇതാ ഇപ്പൊ നമ്മൾ ഈ വിൻഡോയിലേക്ക് എത്തിച്ചേർന്നു. ഇതിൽ 3 സ്വിച്ചുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ലാമ്പ് ഓൺ ഓഫ്, ഫാൻ ഓൺ, ഫാൻ ഓഫ്. മുകളിൽ SB മലയാളം നമ്മുടെ ചാനൽ അറിയാൻ വേണ്ടി നമ്മൾ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതാണ് സോഫ്റ്റ്വെയറിന്റെ പേര്. രണ്ടാമത്തെ ഫാൻ ഓൺ ഓഫ്, പിന്നെ AC ഓൺ. 3 സ്വിച്ച്. പക്ഷെ തൽക്കാലം പാരൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മളിനിപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് അമർത്തും എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഈ കാണുന്നതാണ് മോഡ്യൂൾ, FI മോഡ്യൂൾ. അപ്പോൾ അതിനകത്ത് ഒരു LED കൊടുത്തിട്ടുണ്ട്. ലാമ്പ് ഓൺ ജസ്റ്റ് ഞാൻ അമർത്തുമ്പോൾ അവിടെ തെളിഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഞാൻ ആദ്യം നീലയായത് ഇപ്പോൾ പെട്ടെന്ന് നമുക്കിവിടെ റെഡായി മാറി. ഈ ഓൺ എന്നുള്ള കമാൻഡ് നമുക്ക് RF മോഡ്യൂളിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് അയച്ച കമാൻഡാണ്. കാരണം നമ്മൾ ദൂരെയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടെ ഓഫ് ആണെങ്കിലും ഓൺ ആണെങ്കിലും അത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് കളർ രൂപത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല എഴുതി വരും. ഈ ഡാറ്റ അവിടെ നിന്ന് തിരികെ ഇങ്ങോട്ട് വരുന്നതാണ്. ഇവരൊക്കെ നമ്മൾ ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഒന്നുകൂടി നോക്കിക്കോളൂ. ഓണായി, ഓഫ് ആവുന്നു. ഓഫ് എന്ന് എഴുതി വന്നു. കളർ അവിടെ നിന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്താൽ വീണ്ടും ഓൺ, വീണ്ടും ഓഫ്, ഓൺ, ഓഫ്. പ്രോജക്റ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാത്തിരിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ള ഇന്റർനാഷണൽ ലെവൽ പ്രോഗ്രാംസ് ആണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും തയ്യാറെടുക്കുക. നമുക്ക് വിശദമായി നോക്കാം. പ്രോഗ്രാമിംഗ് വിഷയത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഏത് തലം വരെ എത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണിത്. വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇന്റർനാഷണൽ ലെവൽ, അതെ അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രോജക്റ്റുകളിലേക്കായിരിക്കും. ശരി, നമുക്ക് ഈ പ്രോജക്റ്റിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. SB ഇലക്ട്രോണിക്സ് എന്ന മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ പ്രോജക്റ്റ് കണ്ടു കഴിഞ്ഞു. അടുത്തത് നിങ്ങൾക്ക് സ്വന്തം ഇത്തരം ഒരു പ്രോജക്റ്റ് നിർമ്മിക്കുവാൻ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള ഓരോ സോഫ്റ്റ്വെയറും അവ ഡൗൺലോഡ് ചെയ്യേണ്ട രീതികളും പേരുകളും വീഡിയോയുടെ മധ്യഭാഗത്തും അവസാന ഭാഗത്തും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിനാൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ട രീതി ഏതാണ്ട് മനസ്സിലാവും. ഇനി നെറ്റിൽ നിന്ന് സ്വയം ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ കഴിവുള്ളവർ അങ്ങനെ പഠിക്കുക. അല്ലെങ്കിൽ ഞാൻ പ്രസിദ്ധീകരിക്കുന്ന വീഡിയോകൾക്കായി ദയവായി കാത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തരം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തൊക്കെ സാധ്യമാണ്. 2, ഇത്തരത്തിലൊരു പ്രോഗ്രാം എഴുതാൻ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം. അതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രയോജനങ്ങൾ, സാധ്യതകൾ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മോഡ്യൂളിന്റെ പേരാണ് ESP8266 8266. ഇത് SMD ടൈപ്പ് ചിപ്പാണ്. ഇത് സോൾഡർ ചെയ്യണമെങ്കിൽ ബോർഡും PCBയും SMD ടൈപ്പ് തന്നെ ചെയ്യേണ്ടതായി വരും. എന്നാൽ പ്രോഗ്രാമിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രോഗ്രാമർ കൂടി ഒരുമിച്ച് വരുന്ന നോഡ് MCU എന്ന ബോർഡ് വാങ്ങുന്നതായിരിക്കും നല്ലത്. അതിനകത്ത് നിങ്ങൾക്ക് സെപ്പറേറ്റ് വോൾട്ടേജ് 3.7 വോൾട്ടേജ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് കമ്പ്യൂട്ടറിന്റെ USB പിൻ 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ പ്രോഗ്രാമറും സീരിയൽ പ്രോഗ്രാമർ അതിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്തിരിക്കുന്ന ESP8266 എന്ന ബോർഡും കാണാം. ഇപ്പൊ ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്, ബ്ലിങ്ക് കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആ ടൈപ്പ് ഒരു ബോർഡിലാണ്. നേരിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റു യാതൊരു എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ചിപ്സുകളോ ഒന്നും വേണ്ട. അടുത്തതായി ഇതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നായി നോക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, മീൻസ് അതിലൊരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ തന്നെ നിർമ്മിച്ച ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ നമ്മൾ ചെയ്തിരിക്കുന്ന ESP8266 മോഡ്യൂളിനെ കണക്ട് ചെയ്യാം. ആ മോഡ്യൂളിനോടനുബന്ധിച്ച് നമുക്ക് റിലേസ്, ആവശ്യമുള്ള റിലേകൾ കൊടുക്കാം. 5 റിലേ, 10 റിലേ ആവശ്യാനുസരണം കൊടുക്കാം. പിന്നെ ആ റിലേകളിലാണ് നമ്മൾ വീട്ടിലെ ബൾബ്, ഫാന്, മോട്ടോർ, സിംഗിൾ ഫേസ് ആവട്ടെ 3 ഫേസ് ആവട്ടെ എത്ര വലുതും കൊടുക്കാം. അതൊക്കെ ഹാർഡ്വെയർ ആണ് തീരുമാനിക്കുക. നമ്മളെ സംബന്ധിച്ച് ഈ മോഡ്യൂളും മൊബൈലും തമ്മിൽ സ്വിച്ചിങ് ചെയ്യുക എന്ന പരിപാടി ഇവിടെ നടക്കുന്നുള്ളൂ. സ്വിച്ചിങ്, അതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 70 മീറ്റർ ആണ് ചുരുങ്ങിയത്. എനിക്കിവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ 70 മീറ്റർ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ 70 മീറ്റർ അകലെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം ഉപകരണങ്ങളൊക്കെ സ്വിച്ച് 1, സ്വിച്ച് 2, സ്വിച്ച് 3 നമ്മൾ ഫസ്റ്റ് ചിത്രത്തിൽ കാണിച്ച പോലെ ഏത് സ്വിച്ചും ഓണും ഓഫും ചെയ്യാം. ഇതിന് ഇന്റർനെറ്റ് കണക്ഷന്റെ ആവശ്യമില്ല. ജസ്റ്റ് വൈഫൈ മാത്രം ഓൺ ചെയ്താൽ മതി എന്നാണ് ഒന്നാമത്തെ ഇത് ഒരു ടൈപ്പ് പ്രയോജനം. അടുത്ത എന്താന്ന് നോക്കാം. സപ്പോസ് ഒരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ അവസ്ഥകൾ, അതിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്, എത്ര ലിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞു, ആ ടാങ്ക് നിറഞ്ഞിട്ടുണ്ടോ, പുറത്തേക്ക് ഇനി വെള്ളം ആവശ്യമുണ്ടോ, പമ്പ് ഓൺ ചെയ്യണോ, ഓഫ് ചെയ്യണോ, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്ന ESP മോഡിൽ നിന്ന് ഡാറ്റ വഴി നമ്മുടെ ഫോണിലെത്തുകയും നമുക്ക് ഫോണിൽ വായിച്ചു നോക്കി അറിയാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതൊരു രണ്ടാമത്തെ. അടുത്തതിന് ഫാം നടത്തുന്നവരെ കുറിച്ച് നോക്കാം.
കോഴി ഫാം ഉണ്ടാവാം, അതല്ലെങ്കിൽ മറ്റേ പശു വളർത്തുന്ന ഫാം ഉണ്ടാവാം. ഇത്തരം ഫാമിലൊക്കെ നിരവധി സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട്, സെൻസറുകൾ വളരെ ഈസിയാണ് പഠിക്കാൻ, അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓരോന്നും അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റാസ് കിട്ടും. ആ ഡാറ്റ നമ്മളെ മോഡ്യൂളിലേക്ക് കണക്ട് ചെയ്യുക. ESP മോഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ മോഡ്യൂളിൽ നിന്ന് നമ്മളെ മൊബൈൽ ഫോണിലേക്ക് ഇത്തരം ഡാറ്റ, ടെമ്പറേച്ചർ അറിയണമെങ്കിൽ അറിയും, അവിടെ ഫീഡ് തീർന്നോ എന്നുള്ളത് അറിയും, ഓവർഫ്ലോ വരുന്നുണ്ടോ എന്നറിയും. എന്തൊക്കെ കാര്യങ്ങളാണോ അറിയേണ്ടത് ഫാമുകൾ, കുറേ അകലെയുള്ള ഫാമുകൾ, മീൻസ് ഒരു 70 മീറ്റർ അകലെ വരെയുള്ള ഫാമിൽ നിന്ന് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ആവശ്യമുള്ള സമയത്ത് ആപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് കിട്ടുന്ന അല്ലെ സേവ് ചെയ്ത് വെച്ച ഡാറ്റകളൊക്കെ നമുക്ക് വായിച്ച് നോക്കാൻ കഴിയും. ഇത് ഇതിൻ്റെ ഒരു ഉപകാരമാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇത് വൈഫൈ, ഈ സിസ്റ്റത്തിനെ കുറച്ച് മാറ്റങ്ങൾ സോഫ്റ്റ്വെയറിൽ വരുത്തിക്കൊണ്ട് നമുക്ക് ഇത് ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമുകളിലും മറ്റും ഒരു മോഡം വേണ്ടി വരും, ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. അതുപോലെ നമ്മളെ ഫോണിലും നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒരു സമയത്ത് വേൾഡ് വൈഡ് ആയി കഴിഞ്ഞു സംഭവം. വേൾഡ് വൈഡ് ആവുന്ന സമയത്ത് ഇതേ ഡാറ്റ 70 മീറ്റർ എന്നുള്ളത് മാറി നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ടും, വേൾഡിൻ്റെ ഏത് ഭാഗത്തിലിരുന്നു കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ചെറിയ രൂപമാണ് അലക്സ ഓൺ, അലക്സ ഓഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മാർക്കറ്റിൽ സ്വിച്ച് വാങ്ങാൻ കിട്ടുന്നില്ലേ, അതിൻ്റെ ഒരു ടൈപ്പാണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ അടുത്ത് ഇവിടെ SB ഇലക്ട്രോണിക്സ് ഓൺ, ഇലക്ട്രോണിക്സ് ഓഫ്, അതല്ലെങ്കിൽ ബാബു ഓൺ അല്ലെങ്കിൽ ബാബു ഓഫ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ എന്താണ് സോഫ്റ്റ്വെയർ എഴുതുന്നത് അതാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഒരു കമ്പനി അങ്ങനെ ഒന്ന് എഴുതി അവരുടേതായ വെബ്സൈറ്റും അവരുടേതായ സെർവറും ഉപയോഗിച്ചുകൊണ്ട് വേൾഡ് വൈഡ് അവർ സ്വിച്ച് മാർക്കറ്റ് ചെയ്യുന്നു. എന്നാൽ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു മൂന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത്. അങ്ങനെ ആവശ്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്ര പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത വശം നോക്കാം, ടെക്നിക്കൽ വശം. ഇപ്പം നമ്മൾ മൊബൈൽ ഫോണും മോഡ്യൂളും തമ്മിലാണ് ബന്ധിച്ചിരിക്കുന്നത്. ഇനി മൊബൈൽ ഫോൺ ആവശ്യമില്ല, മോഡ്യൂൾ അവിടെ ആക്ടിവേഷൻ മാത്രം നടന്നാൽ മതി, അല്ലെങ്കിൽ സംഭവങ്ങൾ മാത്രം നടന്നാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മോഡ്യൂൾസ് യൂസ് ചെയ്യാം. ESP 8266ൻ്റെ 5ഓ 6ഓ മോഡ്യൂളുകൾ തന്നെ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് ഓരോ ഡാറ്റകൾ റിസീവ് ചെയ്യാനും ആ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തീരുമാനങ്ങൾ എടുക്കണമെന്ന് അറിയിച്ചുകൊണ്ട് അടുത്ത മോഡ്യൂളിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ട് പരസ്പരം വർക്ക് ചെയ്യിക്കാനും, മെഷീനറി ആവട്ടെ അല്ലെങ്കിൽ ഫീഡിംഗ് ആവട്ടെ, ഇതൊക്കെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. വയർലെസ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. വയർലെസ് ആയി ചെയ്യാവുന്ന ഈ സംവിധാനത്തെയാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ പാർട്ടായിട്ട് വരും. ഇങ്ങനെയും മോഡ്യൂളുകളെ, വൈഫൈ മോഡ്യൂളുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഏതാണ്ട് മോഡ്യൂളിൻ്റെ ഒക്കെ ഒരു ഉപയോഗിക്കേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഇനി നിങ്ങൾ ഏറ്റവും രണ്ടാമത്തെ ഒരു സംശയം എന്താണെന്ന് നോക്കാം, അതിലേക്ക് കിടക്കാം. ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം എഴുതാൻ ഞാൻ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, അതാണ് നിങ്ങളുടെ സംശയം. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാം. ആദ്യമേ പറയട്ടെ, ഇതൊരു ഈസിയസ്റ്റ് പ്രോസസ്സ് എന്ന് വിചാരിക്കരുത്. അതാണ് ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കൂ, എങ്കിലേ നമുക്ക് ഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്തെല്ലാം പഠിക്കാൻ കഴിയൂ. ഒരു ലാംഗ്വേജിൽ കടക്കുമെന്ന് പറയാൻ കാരണം ഇതാണ്. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ തീർച്ചയായും ഒരു ലാംഗ്വേജ് പഠിച്ചിരിക്കണം. പിന്നെ ആദ്യം വേണ്ടത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ മൊബൈൽ ഫോണിൽ സ്വന്തമായ ഒരു ആപ്പ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. അതിന് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും നെറ്റിൽ നിന്ന്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ചുകൊണ്ട് നമുക്ക് അതിനകത്ത് ഡിസൈൻ ചെയ്യാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടി വരുന്നത് ജാവ പഠിക്കേണ്ടി വരാം, ഒറാക്കിൾ പഠിക്കേണ്ടി വരാം, C പഠിക്കേണ്ടി വരാം. ഇങ്ങനെ കുറച്ച് ലാംഗ്വേജസ് ഒക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൊബൈൽ ഫോണിലുള്ള കട്ടകൾ, ഡിസൈൻ, കളർ, ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു അതിൻ്റെ അട്രാക്ഷൻ, സ്ക്രീൻ ഡിസൈനിങ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറ്റൊരു സോഫ്റ്റ്വെയറിലാണ് എഴുതിയിട്ട് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ പഠിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നിങ്ങൾ HTTP പ്രോട്ടോകോൾ പഠിക്കേണ്ടി വരും, TCP/IP പ്രോട്ടോകോൾ പഠിക്കേണ്ടി വരും. അതിനെല്ലാം പ്രോട്ടോകോൾ പഠിച്ച് കമ്മ്യൂണിക്കേഷനിൽ ഒരു എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ അത് എഴുതാൻ കഴിയൂ. ആ സ്റ്റേജ് അങ്ങനെ 2 സ്റ്റേജ് അങ്ങനെ വരുന്നു. ഒന്ന് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നിങ്ങൾ മൊബൈൽ സ്ക്രീൻ ഡിസൈനിങ് ചെയ്യുന്നു, പിന്നെ കമ്മ്യൂണിക്കേഷൻ പഠിച്ചതിന് ശേഷം അതിൻ്റെ കോഡിംഗ് പൂരിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ 1ഓ 2ഓ വീഡിയോയിലൂടെ പെട്ടെന്ന് പഠിപ്പിക്കാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് തുടർച്ചയായി ഇത് മുഴുവൻ നിങ്ങളെ പഠിപ്പിക്കാനുള്ള വീഡിയോസ് 1 by 1 ആയിട്ട് സ്പീഡിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് അറിഞ്ഞുകൊണ്ട് കുറച്ചുകൂടി കാത്തിരിക്കുക. അതിനുശേഷം ഞാൻ എത്രയും സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.